So once again, good morning to all. അപ്പോൾ നമ്മൾ ഈ സെമിസ്റ്ററിൽ പഠിക്കുന്ന സബ്ജക്റ്റ് ആണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. നിങ്ങൾ ഈ സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണോ ഈ സബ്ജക്റ്റ് ചൂസ് ചെയ്തത്? എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. ഈ പേര് നമ്മൾ വാർത്തകളിലൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട്. EIA 2020 എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു പേരാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, അല്ലെങ്കിൽ EIA 2020 എന്നൊക്കെ പറഞ്ഞ് വാർത്തകളിലേക്ക് ഒരുപാട് കേട്ടൊരു പേരാണ്. എന്താണെന്ന് അറിയാമോ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് വെച്ചാൽ? സോ പ്ലീസ് റെസ്പോണ്ട്. നിങ്ങൾ ഈ ഇതൊക്കെ ഓൺ ചെയ്ത് എവിടെയെങ്കിലും പോയിരിക്കാതെ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. സബ്ജക്റ്റിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു അറിവുണ്ടാവണം. ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കാനായിട്ട് പോയിരുന്നാൽ ചിലപ്പോൾ ഒന്നും ഓർമ്മ വരണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിനെ പറ്റി അറിയാവുന്നത്? ഞാൻ ഓരോരുത്തരുടെ പേര് വിളിച്ച് ചോദിക്കണോ? അനന്തു എ മെക്കാനിക്കൽ. അനന്തുവേ ഉണ്ടോ? സാർ കേൾക്കാം സാർ. അനന്തു, എന്താ അറിയാം എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിനെ പറ്റി എന്തൊക്കെ അറിയാം? നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു ഇപ്പോ പ്രോഗ്രാംസും ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻസ് ചെയ്യുമ്പോൾ അതെങ്ങനെ എൻവയോൺമെന്റ് ഇമ്പാക്ട് എങ്ങനെ അഫക്ട് ചെയ്യുമെന്ന് പറയുന്നത്. അത് തന്നെ. അപ്പോ നമ്മളൊരു ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആകുമ്പോൾ നമുക്ക് എന്താവും, എന്തെങ്കിലും ഒരു ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ ആ ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ ഫാക്ടറിയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? വേസ്റ്റ് ഉണ്ടാവും. ആ വേസ്റ്റ് സോളിഡ് ഫോമിലാകാം, ലിക്വിഡ് ഫോമിലാകാം, ഗേഷ്യസ് ഫോമിലാകാം. ഈ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് ഫോമിലുള്ള വേസ്റ്റ് അത് നമ്മൾ എൻവയോൺമെന്റിലേക്കാണ് പുറന്തള്ളുന്നത്. അപ്പോൾ അത് എൻവയോൺമെന്റിനെ എങ്ങനെയൊക്കെ ഹസാർഡസ് ആയിട്ട് അഫക്ട് ചെയ്യും. അപ്പോൾ യൂഷ്വലി നമ്മൾ വേസ്റ്റ്, ഒരു ഫാക്ടറിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് എന്ത് ചെയ്യണം? അത് ട്രീറ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് എക്സോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് ട്രീറ്റ് ചെയ്ത് പുറത്തേക്ക് കൊടുത്താലും അതിനകത്ത് ചിലപ്പോൾ എന്തുണ്ടാവും? അത് ചിലപ്പോൾ എൻവയോൺമെന്റിനെ പലപ്പോഴും സാരമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന സബ്ജക്റ്റിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇതൊരു ഇലക്ടീവ് പേപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഇൻ ഡെപ്തിലേക്കുള്ള ഡീറ്റെയിൽസ് ഒന്നും പഠിക്കുന്നില്ല. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് മോഡ്യൂൾസിലൊക്കെ കുറച്ചൊരു ചാർട്ട് ഫോമിലൊക്കെ പഠിക്കാനുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു ഫേം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി എങ്ങനെയാണ് നടത്തേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റ് മോഡ്യൂളിലാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് ഇൻഡെപ്തിലെ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കുകയല്ല, കുറച്ച് കാര്യങ്ങൾ, അതിനൊരു ബേസിക് ഐഡിയ, ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഒരു ബേസിക് ഐഡിയ ആണ് നമുക്കുണ്ടാവുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാമോ? നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടോ? പ്ലീസ്, നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പ്ലീസ് കമന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കമന്റ് എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ ജസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് പൊല്യൂഷൻ ആൻഡ് പൊല്യൂട്ടന്റും പിന്നെ എയർ പൊല്യൂഷന്റെ കുറച്ച് ഡീറ്റെയിൽസും ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പൊല്യൂഷൻ ഒന്ന് ഡിഫൈൻ ചെയ്യാമല്ലോ. നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ പൊല്യൂഷൻ ഒന്ന് ഡിഫൈൻ ചെയ്തേ. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പൊല്യൂഷൻ ഒന്ന് ഡിഫൈൻ ചെയ്യാമോ? എന്താ പൊല്യൂഷൻ എന്ന് വെച്ചാൽ? ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അല്ലേ? ഇപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, അങ്ങനെ ഒരുപാട് ഗ്യാസസ് ചേർന്നതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കണ്ടന്റ് ഇപ്പോൾ നേച്ചറിൽ നിന്നുള്ള കണ്ടന്റിനേക്കാളും ഒരുപാട് കൂടുകയാണെന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക?
ഇപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടന്റ് ഉണ്ട്. ആ കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടന്റ് ഒരു പെർട്ടിക്കുലർ ലിമിറ്റിലും ഇൻക്രീസ് ചെയ്യാണ് എന്ന് വിചാരിച്ചാൽ എന്താണ് സംഭവിക്കുക? അവിടെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പൊല്യൂഷൻ ഉണ്ടായി എന്ന് നമ്മൾ പറയും. കാർബൺ ഡൈ ഓക്സൈഡിനുള്ള പൊല്യൂഷൻ. സോ ഗ്ലോബൽ വാർമിംഗ് കോസ് ചെയ്യാണ്. അപ്പോൾ ഏതൊരു സാധനവും അതിന്റെ എക്സസ് അത് എന്താണ് ഒരു പെർട്ടിക്കുലർ ലിമിറ്റിൽ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ അവിടെ അതിനെ പൊല്യൂഷൻ അതുകൊണ്ട് പൊല്യൂഷൻ കോസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇൻട്രൊഡക്ഷൻ ടു പൊല്യൂഷൻ, ദെൻ പൊല്യൂട്ടൻ, ടൈപ്സ് ഓഫ് പൊല്യൂഷൻ, ടൈപ്സ് ഓഫ് പൊല്യൂട്ടൻ. നമുക്ക് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ അറിയാം, ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ, ടൈപ്സ് ഓഫ് പൊല്യൂട്ടൻ, സോഴ്സസ് ഓഫ് പൊല്യൂഷൻ. ഇതൊക്കെ നമ്മൾ സ്കൂളിലെ പഠിച്ചു വന്ന കാര്യങ്ങളാണ്, നമ്മൾ ആദ്യത്തെ മൊഡ്യൂൾസിലൊക്കെ പഠിക്കുന്നത്. പിന്നെ പറയുന്നത് സോഴ്സസ് ഓഫ് എയർ, വാട്ടർ, ലാൻഡ്, നോയിസ്, റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ. റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ, ആ പേര് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ കേട്ടിട്ടുണ്ടാവും. എന്താ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ എന്ന് വെച്ചാൽ? നമ്മൾ സ്കൂളിലൊന്നും പഠിക്കുന്നില്ല റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ഒന്നും. എന്താ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ? എന്താ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ എന്ന് വെച്ചാൽ? ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കുക. നമുക്ക് ഇത് തിയറി പേപ്പർ ആയതുകൊണ്ട് നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്താലേ നല്ലതായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ. ന്യൂക്ലിയർ വേസ്റ്റ്. അപ്പോൾ നമ്മുടെ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റിനൊക്കെ വരുന്ന വേസ്റ്റ് അത് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ആണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ്. അപ്പൊ നമുക്ക് തൊട്ടടുത്തൊരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടെന്ന് പറയാനായിട്ട് തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലുള്ള കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. അപ്പൊ അവിടുന്ന് വരുന്ന ന്യൂക്ലിയർ വേസ്റ്റ് ഇറ്റ് റിമെയിൻ ആക്റ്റീവ് ഫോർ മോർ ദാൻ 100 years. ന്യൂക്ലിയർ വേസ്റ്റ് മോർ ദാൻ 100 years റേഡിയോ ആക്റ്റീവ് ആയിട്ട് തന്നെ നിലനിൽക്കും. അപ്പൊ ആ വേസ്റ്റ് ഒന്നും ട്രീറ്റ് ചെയ്യാൻ നമുക്ക് 100% ഒരു എഫക്റ്റീവ് മെത്തേഡൊന്നും ഇല്ല. ആ ന്യൂക്ലിയർ വേസ്റ്റ് നമ്മൾ ഡംപ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോ എന്താണ് ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ആ ന്യൂക്ലിയർ വേസ്റ്റ് ഭൂമിക്കടിയിലേക്ക് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പൊല്യൂഷൻ എന്ന് പറയുന്നതും റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ. നമ്മൾ 100% ഒരു രീതിയിലും അത് ട്രീറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഇതുവരെയും അഡോപ്റ്റ് ചെയ്തില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ നോക്കുന്നതാണ് എഫക്ട് ഓഫ് പൊല്യൂഷൻ ഓൺ എയർ, വാട്ടർ, ലാൻഡ്, നോയിസ് ആൻഡ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ. ഓക്കെ, സോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുകയാണ്. എന്താണ് എർത്ത്? Earth is a living organism which itself encased in self-regulation to support its own survival. So environment is a combination of both biotic components and abiotic components. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ബയോട്ടിക്കും എബയോട്ടിക്കും. അപ്പോൾ ഭൂമിയിൽ എന്തൊക്കെയുണ്ട്? ലിവിങ് ഓർഗാനിസംസും ഉണ്ട്, നോൺ ലിവിങ് ഓർഗാനിസംസും ഉണ്ട്. അപ്പോൾ ബയോട്ടിക് എന്ന് പറയുമ്പോൾ ഓൾ ലിവിങ് ഓർഗാനിസം വിച്ച് ഇൻക്ലൂഡ് പ്ലാന്റ്, ബാക്ടീരിയ, ഫംഗൈ, വൈറസ് എക്സെട്ര. ഇനി എബയോട്ടിക് കോമ്പണൻസ് ഓഫ് എർത്ത് എന്ന് പറയുന്നതാണ് ഹൈഡ്രോസ്ഫിയർ. ഹൈഡ്രോ എന്ന് വെച്ചാൽ വാട്ടർ, ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഓഷ്യൻസ്, ലേക്ക്, റിവർ, ഗ്രൗണ്ട് വാട്ടർ എക്സെട്ര. ആൻഡ് ലിഥോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. ഇതിനകത്ത് ലിഥോ എന്ന് പറയുന്നത് റോക്കിനാണ്, റോക്കിന്റെ പേരാണ്. റോക്സിന് നമ്മൾ ഗ്രീക്ക് നെയിമാണ് ലിഥോസ്ഫിയർ. ലിഥോസ്ഫിയർ എന്ന് പറഞ്ഞാൽ സോളിഡ്, സോയിൽ ആൻഡ് സോളിഡ് എർത്ത്. നമുക്ക് അറിയാം എർത്തിന്റെ ഏറ്റവും ടോപ്പ് സർഫസിനകത്ത് എന്താണ്? സോയിൽ ആണുള്ളത്. അതിന്റെ താഴെ വരുന്നതാണ് എന്താണ്? മാന്റിൽ എന്ന് പറഞ്ഞ റീജിയൻ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ലിഥോസ്ഫിയർ റീജിയൻ ആയിട്ട് പറയുന്നത്. ലാസ്റ്റ് വൺ അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമ്മുടെ എൻവയോൺമെന്റിനകത്ത് ബോത്ത് ബയോട്ടിക് കോമ്പണൻസ് ആൻഡ് എബയോട്ടിക് കോമ്പണൻസ് ഉണ്ട്. പൊല്യൂഷൻ കൊണ്ട് ഈ രണ്ടിനെയും അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യും. ബോത്ത് ബയോട്ടിക് കോമ്പണൻസ് വിൽ ബി അഫക്റ്റഡ് ആൻഡ് എബയോട്ടിക് കോമ്പണൻസ് വിൽ ബി അഫക്റ്റഡ്. ഇനി നെക്സ്റ്റ് നമ്മൾ പൊല്യൂഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. പൊല്യൂഷൻ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രസൻസ് ഓഫ് impurities. So impurities or pollutant substance in sufficient concentration level causing harmful effect on human beings, animals, plant life or material resources when exposed for sufficient duration of time, thus reducing the quality of life in the environment. അപ്പോൾ ഏതൊരു സാധനവും, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച്, ഇപ്പോ നമുക്ക് എർത്തിൽ എന്തുണ്ട്? എർത്തിൽ നമുക്ക് ഗ്യാസസ് ഉണ്ട്. ഗ്യാസിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ ഗ്യാസും ഉണ്ട്. പക്ഷെ നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് യൂഷ്വലി വരുന്ന ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ക്രമാതീതമായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് നമുക്ക് സഫക്കേഷൻ കോസ് ചെയ്യാം, നമുക്ക് ഡിസീസസ് ഉണ്ടാവും, നമുക്ക് എന്താണ് എയർബോൺ ഡിസീസസ് കോസ് ചെയ്യും.
അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഏതൊരു സാധനവും അതിന്റെ ലിമിറ്റിൽ എക്സീഡ് ആയി കഴിഞ്ഞാൽ ഫോർ എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് ടൈം അതൊരു പൊല്യൂഷൻ ആണ് കോസ് ചെയ്യുന്നത്. ഒരു ലിമിറ്റിലും കൂടിക്കഴിഞ്ഞാൽ അത് പൊല്യൂഷൻ കോസ് ചെയ്യും. അതാണ് നമ്മുടെ പൊല്യൂഷന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. പ്രസൻസ് ഓഫ് ഇംപ്യൂരിറ്റീസ് ഓർ പൊല്യൂട്ടന്റ് സബ്സ്റ്റൻസ് ഇൻ സഫീഷ്യന്റ് കോൺസെൻട്രേഷൻ ലെവൽ. വളരെ ചെറിയ അളവിലാണെങ്കിൽ അത് പൊല്യൂഷൻ കോസ് ചെയ്യണമെന്നില്ല. ഇൻ സഫീഷ്യന്റ് കോൺസെൻട്രേഷൻ ലെവൽ കോസിങ് ഹാർംഫുൾ എഫക്ട് ഓൺ ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ബീങ്സിന് മാത്രമല്ല, ആനിമൽസ്, പ്ലാന്റ് ലൈഫ് ഓർ മെറ്റീരിയൽ റിസോഴ്സസ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, കുറച്ച് നാൾ മുന്നേ ഈ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നതാണ്, ദേശാടന കിളികളുടെ ഒരു എന്താണ് നമ്പേഴ്സ് നമ്മുടെ നാട്ടിൽ കുറഞ്ഞുകൊണ്ട് വരുവാണ്. അപ്പോ ദേശാടന കിളികളുടെ നമ്പേഴ്സ് കുറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് പൊല്യൂഷൻ എഫക്റ്റ് ആണ്. പൊല്യൂഷൻ ആണ് കോസ് ചെയ്യുന്നത്. അപ്പോൾ പൊല്യൂഷൻ എഫക്റ്റ് കൊണ്ടാണ് നമ്മുടെ ദേശാടന കിളികളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കുറഞ്ഞുകൊണ്ട് വരുന്നത്. പിന്നെ വരുന്നതാണ് വാട്ടർ പൊല്യൂഷന്റെ എഫക്റ്റ്. വാട്ടർ പൊല്യൂഷന്റെ എഫക്റ്റ് എന്ത് കോസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ നമുക്ക് കിട്ടുന്ന ഫിഷേഴ്സിന്റെ എണ്ണം, ഇപ്പോൾ നമ്മൾ കടലിലെ മത്സ്യസമ്പത്തും കായലിലെ മത്സ്യസമ്പത്തും ഒക്കെ കുറയാനുള്ള ഏറ്റവും മെയിൻ റീസൺ എന്താണ്? നമ്മുടെ വാട്ടർ പൊല്യൂഷന്റെ മെയിൻ എഫക്റ്റ് കൊണ്ടാണ് അത് അവിടെ കോസ് ചെയ്യുന്നത്. അപ്പോ ഏതൊരു സാധനവും അതിന്റെ ലിമിറ്റിൽ യൂസ് ചെയ്യുക. എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ഒരുപാട് കൂടി കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഡ്വേഴ്സ്ലി എഫക്ട് ദ എൻവയോൺമെന്റ്. Next one, pollutant. So how can you define pollutant? So pollutant എന്ന് വെച്ചാൽ it is a substance or energy introduced into the environment that has undesired effect. The desired അല്ല, it has an undesired effect or adversely affect the usefulness of a resources. So pollutant എന്ന് പറഞ്ഞാൽ എന്താണ്? It is a substance or energy introduced into the environment that has an undesired effect or adversely affect the usefulness of a resources. So pollutants can be of solid, liquid or gaseous substance present in greater than the natural abundance produced due to human activity which have a determined effect on our environment. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പൊ ട്രാവൽ ആൻഡ് യൂഷ്വലി എന്താണ്, നമുക്ക് ഓൺ വെഹിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വെഹിക്കിളിനകത്ത് എന്താണ്, നമ്മൾ ഫ്യൂവൽ നിറയ്ക്കും. ഒന്നുകിൽ പെട്രോൾ ആയിരിക്കും, ഡീസൽ ആയിരിക്കും. ഇപ്പോൾ പെട്രോൾ, ഈ ഫ്യൂവൽ ബേൺ ചെയ്തിട്ടാണ് വണ്ടി മൂവ് ചെയ്യുന്നത്. പെട്രോൾ ബേൺ ചെയ്യുമ്പോൾ എന്താണ്, ഗേഷ്യസ് എമിഷൻസ് ഉണ്ടാവും. ആ ഗേഷ്യസ് എമിഷൻസിനകത്ത് കൂടുതലും വരുന്നത് കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെയാണ്. ഈ കാർബൺ മോണോക്സൈഡിന്റെ എഫക്റ്റ്, കാർബൺ മോണോക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മുടെ ബ്ലഡിൽ കാർബൺ മോണോക്സൈഡിന്റെ എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡെത്ത് ആണ് കോസ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ നമ്മൾ സഫക്കേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കില്ല. ഒരു പെർട്ടിക്കുലർ ലെവലിൽ കാർബൺ മോണോക്സൈഡിന്റെ എഫക്റ്റ് നമ്മുടെ ബ്ലഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഇറ്റ് വിൽ കോസ് ഡെത്ത്. അപ്പോൾ എന്ത് കാര്യങ്ങളും അതിന്റെ ഒരു ലിമിറ്റ്, ഒരു റേഞ്ചിൽ പോയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. അതിൽ കൂടി കഴിയുമ്പോഴാണ് അത് പൊല്യൂട്ടന്റ് ആയിട്ട് മാറുന്നത്. ഇറ്റ്സ് എ സബ്സ്റ്റൻസ് ഓർ എനർജി ഇൻട്രൊഡ്യൂസ് ഇൻ ദി എൻവയോൺമെന്റ് ദാറ്റ് ഹാസ് ആൻ അൺഡിസയർഡ് എഫക്ട്. നമ്മുടെ നേച്ചറിൽ എന്താണ്, നമുക്ക് കാർബൺ ഡയോക്സൈഡും വേണം, കാർബൺ മോണോക്സൈഡും വേണം. കാർബൺ ഡയോക്സൈഡ് എന്താണ്, പ്ലാന്റിന് കാർബൺ ഡയോക്സൈഡ് വേണം ഫോട്ടോസിന്തസിസ് ചെയ്യാനായിട്ട്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ സാധനം പ്ലാന്റ് പെർഫോം ചെയ്യണമെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവണം. പക്ഷെ കാർബൺ ഡയോക്സൈഡ് ഒരുപാട് കൂടി കഴിഞ്ഞാൽ അവിടെ ഗ്ലോബൽ വാർമിംഗ് അടക്കം കോസ് ചെയ്ത് എന്താണ്, എർത്ത് കുറെ കൂടി ചൂടാവും. ഭൂമി ചൂടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മുടെ ഹിമാലയൻ മൗണ്ടൻസ് അല്ലെങ്കിൽ ആർട്ടിക് റീജിയൻസിലെ ഐസ് മെൽറ്റ് ചെയ്യും. ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മുടെ സീ ലെവൽ ഇൻക്രീസ് ചെയ്യും. സീ ലെവൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഭൂപ്രദേശങ്ങൾ കുറെയൊക്കെ കടൽ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമുക്ക് എന്താണ്, ലാൻഡ് കുറെ പോർഷൻ കടലിന്റെ അടിയിലേക്കൊക്കെ മാറിപ്പോകും. ചില ഐലൻഡ്സ് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ചില തുരുത്തുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എല്ലാം ഉണ്ടാകണം, പക്ഷേ അതിന്റെ ആ ഒരു ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഓവറായിട്ട് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിനകത്ത് ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ പൊല്യൂട്ടന്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്, it is a substance or energy introduced into the environment that has an undesired effect or adversely affect the usefulness of a resources. So pollutants can either be gas, liquid or solid substances. അപ്പോൾ പൊല്യൂഷനും പൊല്യൂട്ടന്റും ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക, പൊല്യൂഷൻ ആൻഡ് പൊല്യൂട്ടന്റ്.
ഒരു സെക്കൻഡ്, കമ്പ്യൂട്ടർ ഹാങ് ആയി, ഒരു സെക്കൻഡ്. നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് പൊല്യൂഷൻ എന്താണ്, പൊല്യൂട്ടന്റ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ. അപ്പോൾ നമുക്ക് 6 ടൈപ്പ് പൊല്യൂഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ എയർ പൊല്യൂഷൻ, സെക്കൻഡ് വൺ വാട്ടർ പൊല്യൂഷൻ, തേർഡ് വൺ സോയിൽ പൊല്യൂഷൻ ഓർ ലാൻഡ് പൊല്യൂഷൻ, ഫോർത്ത് വൺ നോയിസ് പൊല്യൂഷൻ, ഫിഫ്ത്ത് വൺ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ആൻഡ് സിക്സ്ത് വൺ എൻവയോൺമെന്റൽ പൊല്യൂഷൻ. അപ്പൊ ഈ പറഞ്ഞ 6 കാര്യങ്ങളും അതിനകത്ത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ എയർ പൊല്യൂഷനെ പറ്റിയിട്ട് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് മോഡ്യൂളിലാണ് വാട്ടർ പൊല്യൂഷൻ, തേർഡ് മോഡ്യൂളിൽ സോയിൽ പൊല്യൂഷൻ അല്ലെങ്കിൽ സോളിഡ് ബേസിനെ പറ്റിയിട്ടാണ് തേർഡ് മോഡ്യൂളിൽ പറയുന്നത്. ഫോർത്ത് മോഡ്യൂളിൽ നമ്മൾ നോയിസ് പൊല്യൂഷനെ പറ്റി ഡിസ്കസ് ചെയ്യും. ഫിഫ്ത്ത് മോഡ്യൂളിലാണ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ലാസ്റ്റ് മോഡ്യൂളിൽ ഈ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ സ്റ്റഡീസിനെ പറ്റിയിട്ടാണ് സിക്സ്ത് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് എയർ പൊല്യൂഷൻ? എയർ പൊല്യൂഷൻ, അപ്പൊ എയർ പൊല്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ എന്നും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പൊല്യൂഷൻ ആണ് എയർ പൊല്യൂഷൻ. സോ can be defined as the presence of one or more contaminants in the air in large quantities. Presence of one or more contaminants in the air in large quantities and for longer duration, which may be tend to be injurious to human, animal, plant life or property, or which reasonably interferes with the comfortable usage of air. ഇപ്പോൾ നമ്മൾ ഡൽഹി പോലുള്ള മെട്രോ സിറ്റീസിലൊക്കെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ആണ് എയർ പൊല്യൂഷൻ. അപ്പോൾ ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലേക്കൊക്കെ അത് വരാം. എന്താണ്? നമുക്ക് ഓക്സിജൻ കിട്ടുന്നില്ല. നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള ഓക്സിജന്റെ ഡെഫിഷ്യൻസി ആണ് ഈ പലപ്പോഴും മെട്രോ സിറ്റീസിലൊക്കെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിക്കുന്നത്? അവിടെ ഫാക്ടറീസ് കൂടുതലാണ്, ഫാക്ടറീസിനകത്തുനിന്ന് വരുന്ന എമിഷൻസ്, പിന്നെ ആൾക്കാർ അവരുടെ വെഹിക്കിൾസിനകത്ത് വരുന്ന എമിഷൻസ്, ഇതെല്ലാം കൂടി എന്ത് ചെയ്യാണ്? കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹാംഫുൾ ഗ്യാസസിന്റെ പ്രസൻസ് അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ഇൻക്രീസ് ചെയ്യിച്ചു കളഞ്ഞു. അപ്പോൾ അതാണ് എയർ പൊല്യൂഷന്റെ മെയിൻ കോസ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? നമ്മളെ ഫോസിൽ ഫ്യൂൾസ് യൂസ് ചെയ്യുന്ന വെഹിക്കിൾസിന് പകരം എന്ത് ചെയ്യുക? ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് കൊണ്ടുവരിക. നമുക്ക് ഒരുപാട് ബേണിങ്സ്, അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് പോലുള്ള വേസ്റ്റ് ബേൺ ചെയ്യുന്നതൊക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? നമ്മൾ ഫാക്ടറീസിന്റെ ഔട്ട്ലെറ്റ്സ്, നമുക്ക് ചിമ്മിനീസ് ഒക്കെ എന്ത് ചെയ്യുക? നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ഹൈറ്റിലേക്ക് ആ ചിമ്മിനീസിന്റെ ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്യാം. ട്രോപ്പോസ്ഫിയറിന് മുകളിലേക്ക് ആ ഓപ്പണിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഹൈറ്റ് അല്ലെങ്കിൽ ചിമ്മിനീസിന്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുക. ഇതൊക്കെ ചെയ്ത് നമ്മുടെ എയർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ എഫോറസ്റ്റേഷൻ. ട്രീസ് പ്ലാൻ ചെയ്യുക. ട്രീസ് പ്ലാൻ ചെയ്യുമ്പോൾ ട്രീസ് എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്തിടും. അപ്പോൾ അതൊക്കെ നമുക്ക് എയർ പൊല്യൂഷനെ അല്ലെങ്കിൽ എയർ നമുക്ക് പഴയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് പറയുന്നതാണ് വാട്ടർ പൊല്യൂഷൻ. സോ വാട്ടർ പൊല്യൂഷൻ നമ്മുടെ നാട്ടിൽ നമ്മുടെ റിവേഴ്സിലും ലേക്സിലും ഒക്കെ കാണുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ആണ് വാട്ടർ പൊല്യൂഷൻ. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് നമ്മൾ നിയർ ബൈ റിവർ സൈഡിലേക്കൊക്കെ ത്രോ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കും, ഐസ്ക്രീം മേടിക്കും. എന്നിട്ട് എന്താ ചെയ്യുക? ഐസ്ക്രീമിന്റെ ആ കവറ് അങ്ങോട്ട് ആ ബീച്ചിലേക്ക് അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യും. എന്താണ്? തിരമാല വരുമ്പോൾ ആ പ്ലാസ്റ്റിക് വേസ്റ്റ് അത് സീയിലേക്ക് ക്യാരി ചെയ്ത് അതോടെ ഡംപ് ചെയ്യും. അപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ സീനെയും അല്ലെങ്കിൽ വാട്ടർ ബോഡീസിനെയൊക്കെ പ്ലാസ്റ്റിക് ഫ്രീ സോൺസ് ആയിട്ട് നിലനിർത്താനായിട്ട് കഴിയുക. ഇപ്പോൾ അവിടെ വേസ്റ്റസ് അടിഞ്ഞുകൂടുമ്പോൾ എന്ത് ചെയ്യും? അവിടുത്തെ ലിവിങ് ഓർഗാനിസംസ്, അപ്പോൾ ഫിഷും അതേ കണക്ക്
അക്വാട്ടിക് പ്ലാന്റ്സും ഒക്കെ എന്താണ് ഡീഗ്രേഡ് ചെയ്ത് പോവാണ്. ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ അവിടെ അക്വാട്ടിക് ഓർഗാനിസംസും കാണത്തില്ല, പ്ലാന്റ്സും കാണത്തില്ല, വേസ്റ്റ് മാത്രമേ ഉണ്ടാവൂ. So water pollution defines ചെയ്യാണ്. It is defined as the presence of some foreign substances. അപ്പോൾ നോക്കുക, the presence of some foreign substances or impurities, organic, inorganic, biological or radioactive in water, such quantities so as to constitute a health hazard by lowering the water quality and make it unfit for use. ഇപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് എന്താണ് വാട്ടർ ബോഡീസിലേക്ക് ത്രോ ചെയ്ത് കഴിയുമ്പോൾ അത് അവിടെ കിടന്ന് ഡീക്കേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എന്താണ് ആ വാട്ടറിനകത്തുള്ള ഓക്സിജൻ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യും. വാട്ടറിനകത്തുള്ള ഓക്സിജൻ കണ്ടന്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടുത്തെ ലിവിങ് ഓർഗാനിസംസ് സച്ച് ആസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ അക്വാറ്റിക് ആനിമൽസ് അതൊക്കെ എന്ത് ചെയ്യും? അത് ചത്തുപോകും. അതിന് സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് എയർ കിട്ടാതെ വരുമ്പോൾ. അപ്പോൾ അതാണ് വാട്ടർ പൊല്യൂഷൻ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു ഐഡിയയും ഇല്ലാതെ ആദ്യമായിട്ട് പഠിക്കുന്ന കാര്യം. നെക്സ്റ്റ് വൺ, സോയിൽ കണ്ടാമിനേഷൻ. ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന സാധനമാണ് സോയിൽ കണ്ടാമിനേഷൻ. ഇപ്പൊ നമ്മൾ എന്താണ്, ഇപ്പോ ജസ്റ്റ് ഇപ്പൊ നമ്മൾ ഒരു പാക്കറ്റ് തേയില കടയിൽ നിന്ന് മേടിക്കുകയാണോ, അതിനകത്ത് എന്തുണ്ടാവും? ഒരു പ്ലാസ്റ്റിക് കവറിങ് ഉണ്ടാവും. ആ പ്ലാസ്റ്റിക് കവറിങ് എന്താണ്? നമ്മൾ വീടിന് പുറത്തേക്ക് എറിയും. ആ സാധനം നമ്മുടെ സോയിലിൽ കിടക്കും. പ്ലാസ്റ്റിക് ഒന്നും സോയിൽ ഡീഗ്രേഡ് ചെയ്ത് പോവില്ല. ഡീഗ്രേഡ് ചെയ്യാതെ അത് സോയിലിൽ കിടന്ന് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണ്. പ്ലാസ്റ്റിക്കിന്റെ ഏറ്റവും മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണ്. ആ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ജസ്റ്റ് വിൻഡിൽ അത് ത്രോ ചെയ്ത് നിയർ ബൈ വാട്ടർ ബോഡീസിൽ പോയി കിടക്കും. ആ നിയർ ബൈ വാട്ടർ ബോഡീസിൽ പോയി കിടക്കുമ്പോൾ ഇപ്പോൾ ഫിഷ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഫുഡ് ആണെന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക് വേസ്റ്റ്, ഈ ചെറിയ മൈന്യൂട്ട് മൈക്രോ പ്ലാസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. മൈക്രോ പ്ലാസ്റ്റിക്സ്. ആ മൈക്രോ പ്ലാസ്റ്റിക്സ് ഈ ഫിഷ് അത് കണക്കുള്ള സാധനങ്ങൾ അത് ഫുഡ് ആണെന്ന് പറഞ്ഞ് അത് കഴിക്കും. കഴിച്ചു കഴിയുമ്പോൾ ഈ ഫിഷിനെ നമ്മൾ കഴിക്കും. നമ്മൾ അതിനെ കഴിക്കും. അത് ഇൻടേൺ നമ്മുടെ ഉള്ളിലേക്കും ആ പ്ലാസ്റ്റിക് വേസ്റ്റ് വരുവാണ്. അപ്പൊ കുറച്ച് നാൾ മുന്നേ നടന്ന ഇൻവെസ്റ്റിഗേഷൻസിനകത്ത് ഈ നമ്മൾ യൂസ് ചെയ്യുന്ന സോൾട്ട്, ഇപ്പൊ കറിയുപ്പ്, ആ സോൾട്ടിനകത്തെല്ലാം മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ കണ്ടന്റ് ഒരുപാട് കൂടുതലാണെന്നാണ് പറയുന്നത്. ഒരുപാട് തരത്തിലുള്ള നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയ സോൾട്ട് ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് കണ്ടന്റ് കൂടുതലായി വന്നതെന്ന് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ത്രോ അവേ ചെയ്യുന്ന പ്ലാസ്റ്റിക്സ് വാട്ടർ ബോഡീസിൽ പോയി കിടക്കും. ആ പ്ലാസ്റ്റിക്സ് ഒരിക്കലും ഡീഗ്രേഡ് ചെയ്തില്ല. അത് അതിന്റെ മോളിക്യൂൾസ് ബ്രേക്ക് ചെയ്ത് ഫൈനർ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. ആ ഫൈനർ പാർട്ടിക്കിൾസ് വാട്ടർ ബോഡീസിൽ ഡെപ്പോസിറ്റ് ആയി കിടക്കും. അപ്പൊ നമ്മൾ സോൾട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? യൂഷ്വലി നമ്മൾ സോൾട്ട് ഉണ്ടാക്കുന്നത് സീയിലെ വാട്ടർ ട്രീറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആ ഉപ്പുവെള്ളം ഉപ്പുവെള്ളം അത് അതിനകത്തുനിന്ന് വാട്ടർ റിമൂവ് ചെയ്തിട്ടാണ് സോൾട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ഫിൽട്ടർ ചെയ്ത് കളയാൻ, അല്ലെങ്കിൽ മൈക്രോ പ്ലാസ്റ്റിക് ഏറ്റവും ചെറിയ മൈന്യൂട്ട് പ്ലാസ്റ്റിക്സ് ഫിൽട്ടർ ചെയ്ത് കളയാനുള്ള ഫെസിലിറ്റീസ് നമ്മൾ ഇപ്പോഴും അതിന്റെ അഡ്വാൻസ് രീതിയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ സോൾട്ടിന്റെ കണ്ടന്റ് ഇപ്പൊ കൂടുതലായിട്ട്, അല്ല പ്ലാസ്റ്റിക്സിന്റെ കണ്ടന്റ് സോൾട്ടിനകത്ത് കൂടുതലായിട്ടും കാണുന്നത്. അപ്പോ നമ്മൾ ഈ സബ്ജക്ട് പഠിക്കുന്നതിനോടെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ സോയിൽ കണ്ടാമിനേഷൻ, ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് സോയിൽ കണ്ടാമിനേഷൻ. നമ്മൾ ത്രോ അവേ ചെയ്യുന്ന പ്ലാസ്റ്റിക്. ഇപ്പോ അത് കണക്ക് തന്നെ ഇപ്പോ നമ്മളൊരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ, അപ്പോൾ കുറെ കാലങ്ങൾക്ക് മുന്നേ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത് CFL ലാംപ്സ് ആയിരുന്നു, CFL ബൾബ്സുകളായിരുന്നു. CFL ബൾബ്സ് ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യാറില്ല CFL ബൾബ്സ്. CFL ബൾബ്സിനകത്ത് നമ്മൾ മെർക്കുറി എന്ന് പറഞ്ഞ സാധനമാണ് യൂസ് ചെയ്യുന്നത്. ആ മെർക്കുറി കണ്ടന്റ് നമ്മൾ CFL ലാമ്പ് ഫ്യൂസ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? നമ്മളെടുത്ത് വെളിയിലോട്ട് കളയും. അത് അവിടെ കിടന്ന് ആ ബൾബ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മെർക്കുറി കണ്ടന്റ് സോയിലിലേക്ക് കിടക്കും. അപ്പോ അത് ചിലപ്പോ ഈ മഴ പെയ്യുന്ന സമയങ്ങളിൽ ആ മെർക്കുറി കണ്ടന്റ് സോയിലിനകത്തുകൂടി പെർക്കുലേറ്റ് ചെയ്ത് അണ്ടർഗ്രൗണ്ട് വാട്ടർ ബോഡീസിലേക്ക് ചെല്ലാം. ആ മെർക്കുറി കണ്ടന്റ് നമ്മൾ നമ്മൾ കുടിക്കുന്ന ഡ്രിങ്കിങ് വാട്ടറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഹൈലി പോയിസണസ് ആണ്. അപ്പൊ ആ ഒരു എഫക്ട് വന്നപ്പോഴാണ് നമ്മൾ CFL ലാംപ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ വളരെ കുറച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അതും ഒരു ടൈപ്പ് സോയിൽ കണ്ടാമിനേഷൻ ആണ്. നമ്മൾ ത്രോ ചെയ്യുന്ന സാധനങ്ങൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വരുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഡേ ബൈ ഡേ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ സോയിൽ പൊല്യൂഷന്റെ ഡെഫിനിഷൻ ആയിട്ട് നോക്കിക്കോ. Soil contamination occurs when chemicals are
released by spill or underground leakage. It can also occur by directly dumping and disposal of waste. ഇപ്പോൾ ഡയറക്ട്ലി ഡംപിങ് ആൻഡ് ഡിസ്പോസൽ ആണ് നമ്മൾ വീടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡയറക്ട്ലി ഡംപിങ് ആൻഡ് ഡിസ്പോസൽ. Among most significant soil contaminants are hydrocarbons, heavy metals, herbicides, pesticides, and chlorinated hydrocarbons. ഇപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ഇപ്പൊ കൃഷി ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഇടും. നമ്മുടെ എന്താണ് ചിലപ്പോ എന്താണ് കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. ഈ ഫ്രൂട്ട്സിനകത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കെമിക്കൽസ് ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും പുഴുകളൊന്നും ഇരിക്കാതിരിക്കാൻ. ആ സാധനങ്ങളും ആ സ്പ്രേ എന്ന് പറയുന്ന സാധനങ്ങൾ ചിലപ്പോൾ എന്താണ് സോയിലിലേക്കും വന്നത് വീഴാറുണ്ട്. അങ്ങനെയൊക്കെ വന്നാൽ ആ സോയിൽ കണ്ടാമിനേറ്റഡ് ആയി പോവുകയാണ്. സോ നെക്സ്റ്റ് വൺ, നോയിസ് പൊല്യൂഷൻ. നമുക്ക് എപ്പോഴും അറിയുന്ന സാധനമാണ് നോയിസ് പൊല്യൂഷൻ. എന്താണ്, ഒരു പെർട്ടിക്കുലർ ഡെസിബലിൽ കൂടുതലുള്ള സൗണ്ട്സ് എല്ലാം നോയിസ് പൊല്യൂഷൻ ആണ് കോസ് ചെയ്യുന്നത്. ഈസ് ദ ഡിസ്റ്റർബിംഗ് ഓർ എക്സസീവ് നോയിസ്, disturbing or excessive noise that may harm the activity or balance of human or animal life. The source of most outdoor noise worldwide is mainly caused by machines and transportation system, motor vehicle, aircraft, train. When outdoor noise is summarized by World Environment noise. But noise pollution എന്ന് വെച്ചാൽ വെരി ഹൈ ഡെസിബിൾസിലുള്ള നോയ്സ് ആണ് നോയ്സ് പൊല്യൂഷൻ. അതിന്റെ എഫക്റ്റ് എന്താണ്? അതിന്റെ ഒരു എഫക്റ്റ് ആണ് നമ്മുടെ ഇയർ ഡ്രംസിനകത്ത് വരുന്ന ഡാമേജസ്. പിന്നെയാണ് ഇറ്റ് വിൽ എഫക്ട് ബേർഡ്സ്. ഒരുപാട് നോയ്സ് പൊല്യൂഷൻസ് എഫക്ട് ചെയ്യുന്നത് ബേർഡ്സിനെയാണ്. പിന്നെ എന്താണ്, ഈ ചെറിയ ബേബീസ്, ഇൻഫൻസിനെയും നോയ്സ് പൊല്യൂഷൻ വല്ലാണ്ട് എഫക്ട് ചെയ്യും. നമ്മുടെ പ്രഗ്നന്റ് ആയ ലേഡീസ് കണ്ടിന്യൂസ് ആയിട്ട് ലൗഡ് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനൊക്കെ അത് വളരെ ഹാർംഫുൾ ആണ്, നോയ്സ് പൊല്യൂഷൻ. നെക്സ്റ്റ് വൺ, റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ. സോ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ആണ് നമ്മുടെ ന്യൂക്ലിയർ വേസ്റ്റ് ഒക്കെ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും ഒക്കെ കൊണ്ടുണ്ടാകുന്ന റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. So radioactive pollution can be defined as the release of radioactive substance or high energy particles into the air, water, or earth as a result of human activity, either by accident or by design. ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഒന്നും നമുക്ക് പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്ത് പോകില്ല. നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ എത്രമാത്രം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ് റിമെയിൻസ് റേഡിയോ ആക്റ്റീവ് ഫോർ മോർ ദാൻ 100 years എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഫോറിൻ കൺട്രീസിലൊക്കെ നമുക്ക് റേഡിയോ ആക്റ്റീവ്, അതായത് ന്യൂക്ലിയർ പ്ലാന്റ്സ് ഒക്കെ ഷട്ട് ഡൗൺ ചെയ്ത് വരുന്നത്. അവർക്ക് ആ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ട്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് കീപ്പ് ചെയ്യാനോ ഒന്നും സ്ഥലങ്ങളില്ല. സോ നെക്സ്റ്റ് പറയുന്നതാണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. So environmental pollution is defined as any undesirable change in the physical, chemical, or biological characteristic of any component of environment. For physical, chemical, or biological characteristics in any component of the environment can be either air, water, or soil, which can cause harmful effect in various forms of life or property. അപ്പോൾ എന്താണ്, ഈ പൊല്യൂഷൻസിന്റെ ഒക്കെ എഫക്റ്റ് ആണ് നമ്മൾ എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കേട്ടോണ്ടിരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചേ. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ ചോദിച്ചേ. ഏതെങ്കിലും പോയിന്റ്സ് ക്ലിയർ ആയിട്ടില്ല എന്നൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി പറയാം. ഇതിനകത്ത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നേരത്തെ അറിയാവുന്നതൊക്കെയാണ് ചോദിച്ചാണ്. ഡൗട്ടൊന്നും ഇല്ലെന്നാണോ? കണ്ടിന്യൂ ചെയ്യാമോ? സോ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ.
കണ്ടിന്യൂ ചെയ്യാം സാർ. So next one ആണ് types of pollutants. Types of pollutants. അപ്പോൾ types of pollutants-നെ നമുക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ ദിയർ എക്സിസ്റ്റൻസ് ഇൻ നേച്ചർ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഡിപ്പെൻഡിങ് അപ്പോൺ എക്സിസ്റ്റൻസ് ഇൻ നേച്ചർ. ഫസ്റ്റ് വൺ ആണ് ക്വാണ്ടിറ്റേറ്റീവ് പൊല്യൂട്ടന്റും സെക്കൻഡ് വൺ ക്വാളിറ്റേറ്റീവ് പൊല്യൂട്ടന്റും. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ എക്സിസ്റ്റൻസ് ഇൻ നേച്ചർ നമ്മൾ ഭൂമിയിൽ കണ്ടുവരുന്ന രീതിയിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു ക്വാണ്ടിറ്റേറ്റീവ് പൊല്യൂട്ടന്റ് ആൻഡ് ക്വാളിറ്റേറ്റീവ് പൊല്യൂട്ടന്റ്. ക്വാണ്ടിറ്റേറ്റീവ് പൊല്യൂട്ടന്റ് എക്സാമ്പിൾ കാർബൺ ഡയോക്സൈഡ്. ദാറ്റ് മീൻസ് ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത് കാർബൺ ഡയോക്സൈഡ്. എന്താണ്, ഭൂമിയിൽ കാർബൺ ഡയോക്സൈഡിന്റെ പ്രസൻസ് ഉണ്ട്, പക്ഷെ എന്താണ് അത് ഒരു ഡിസൈറബിൾ ലിമിറ്റിലും കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്കത് ഹാർംഫുൾ ആയിട്ട് കോസ് ചെയ്യും. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് പൊല്യൂഷൻസ്. അപ്പോൾ നമുക്ക് ബൈ നേച്ചർ നമ്മുടെ ഭൂമിയിലുള്ള സാധനങ്ങളാണ്, പക്ഷെ അതിന്റെ എമൗണ്ട് കൺസിഡറബിളി ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് പൊല്യൂട്ടൻസ്. ദേ നോർമലി ഒക്കർ ഇൻ എൻവയോൺമെന്റ് but acquire the status of a pollutant when their concentration increases due to unmindful human activities. Next one, qualitative pollutants. അത് നമ്മളായിട്ട് കൊടുക്കുന്ന പൊല്യൂട്ടൻസ് ആണ്. ഇപ്പൊ നമ്മൾ സ്പ്രേ, നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യുന്ന കീടനാശിനികളൊക്കെ സ്പ്രേ ചെയ്യുകയാണ്. അതൊക്കെ എന്താണ്, അത് എനിക്ക് പ്ലാസ്റ്റിക്, ഇതൊക്കെ നമ്മളായിട്ട് ഭൂമിയിലേക്ക് ഇടുന്ന പൊല്യൂട്ടന്റ് ആണ്. അതാണ് ക്വാളിറ്റേറ്റീവ് pollutants. അപ്പോൾ depending upon their existence is classified into quantitative pollutants and qualitative pollutants. Example, insecticides, pesticides ഒക്കെ നമുക്ക് qualitative pollutants-ന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. നെക്സ്റ്റ് പറയുന്നത് depending upon the form in which they persist after being released into the atmosphere. അപ്പോൾ ഇപ്പോൾ നമ്മൾ gaseous pollutant, അപ്പോൾ gaseous pollutant എങ്ങനെയാ വരുന്നത്, ഇപ്പോൾ നമ്മൾ ഫാക്ടറിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫ്യൂവൽസ് ബേൺ ചെയ്യുമ്പോൾ ഗേഷ്യസ് എമിഷൻസ് വരും. ഇപ്പോൾ വെഹിക്കിൾസ് ചെയ്യുന്ന ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ പെട്രോളോ ഡീസലോ ഒക്കെ ബേൺ ചെയ്യുമ്പോൾ അവിടെ നിന്ന് എന്തായാലും എക്സോസ്റ്റ് ആയിട്ട് ഗേഷ്യസ് പൊല്യൂട്ടന്റ് വരും. അപ്പോൾ അതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പ്രൈമറി പൊല്യൂട്ടന്റും സെക്കൻഡറി പൊല്യൂട്ടന്റും. പ്രൈമറി പൊല്യൂട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോസിൽ ഫ്യൂവൽ ബേൺ ചെയ്യുന്നത്, അപ്പോൾ ഇപ്പോൾ പെട്രോളോ ഡീസലോ ഒക്കെ ബേൺ ചെയ്യണം. ബേൺ ചെയ്ത് കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്ന ഗ്യാസസ് അതേ കണക്ക്, ഇപ്പോൾ കാർബൺ ഡയോക്സൈഡ് ഒക്കെ എന്താണ് എമിഷൻ ആയിട്ട് വരാം, കാർബൺ മോണോക്സൈഡ് വരാം, അതൊക്കെ അതേ കണക്കാன നേച്ചറിൽ ഇരിക്കുവാണെങ്കിൽ അതാണ് പ്രൈമറി പൊല്യൂട്ടൻസ്. ഇനി ചില കേസിൽ ഈ റിലീസ് ചെയ്യുന്ന ഗ്യാസ്, ഇപ്പൊ വെഹിക്കിളിൽ നിന്ന് റിലീസ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ അറ്റ്മോസ്ഫിയറിൽ വന്നിട്ട് ചിലപ്പോൾ അത് വീണ്ടും കെമിക്കൽ റിയാക്ഷൻ വഴി പുതിയൊരു പൊല്യൂട്ടന്റ് ആയിട്ട് ഫോം ചെയ്യാം. അതിനെയാണ് സെക്കൻഡറി പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി പൊല്യൂട്ടന്റും സെക്കൻഡറി പൊല്യൂട്ടന്റും. പ്രൈമറി പൊല്യൂട്ടന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഗേഷ്യസ് എമിഷൻസ് വരുന്നു, ആ ഗേഷ്യസ് എമിഷൻസ് അതേ കണക്ക് തന്നെ ഭൂമിയിൽ കാണപ്പെടും. ഇനി സെക്കൻഡറി പൊല്യൂട്ടന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഫാക്ടറിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന പൊല്യൂട്ടൻസ് അത് അറ്റ്മോസ്ഫിയറിൽ വന്ന് വീണ്ടും കെമിക്കൽ റിയാക്ഷൻ വഴി പുതിയൊരു പൊല്യൂട്ടന്റ് ആയിട്ട് മാറുവാണ്. അതിനെയാണ് സെക്കൻഡറി പൊല്യൂട്ടന്റ്. സോ ഡെഫിനിഷൻസ് നോക്കിക്കോ. Those which are emitted directly from the source and persist in the form in which they were added to the environment. Example, ash, dust, hydrocarbon, etc. Secondary pollutant, those which are formed from primary pollutant. The pollutants which are formed from primary pollutants are known as secondary pollutants. So sulfur trioxide, PAN എന്ന് വെച്ചാൽ peroxyl acetyl nitrate, ketones, aldehyde, etc. So നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ വിത്ത് എക്സാമ്പിൾസ് വേണം പഠിക്കാനായിട്ട്. ആൻസർ പേപ്പറിൽ എക്സാമ്പിൾസ് സഹിതം എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ വേ ഇൻ വിച്ച് ദേ ആർ റിമൂവ്ഡ് ഓർ അക്യുമുലേറ്റഡ് ഇൻ ദ എൻവയോൺമെന്റ്. They are removed or accumulated in the environment. It is classified as biodegradable and non-biodegradable. ഈ പേരുകൾ നമ്മൾ പണ്ട് മുതൽ സ്കൂളിൽ മുതലേ കേൾക്കുന്നതാണ്. ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ. ബയോഡിഗ്രേഡബിൾ എന്ന് വെച്ചാൽ എന്താണ്, ദോസ് വിച്ച് ക്യാൻ ബി ഡീഗ്രേഡഡ് ഓർ ഡികമ്പോസ്ഡ് ബൈ ലിവിങ് ഓർഗാനിസംസ്. അപ്പൊ വുഡ്, പേപ്പർ, കാർഡ്ബോർഡ് അതൊക്കെ എന്താണ്, അത് നേച്ചർ തന്നെ ഡീഗ്രേഡ് ചെയ്ത് പൊക്കോളും. ഇപ്പൊ നമ്മൾ കാർഡ്ബോർഡ് പീസ് ഒക്കെ എടുത്ത് ഗ്രൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് അത് ഡീഗ്രേഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് പൊക്കോളും. പക്ഷെ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആണ് എന്താണ്, അത് നമ്മൾ നേച്ചറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കിടക്കും വർഷങ്ങളോളം. എക്സാമ്പിൾ ആണ് DDT, പ്ലാസ്റ്റിക് എക്സെട്ര. DDT ഹ്യൂമൻസിന് വളരെ ഹാർംഫുൾ ആണ്, ഒരുപാട് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കോസ് ചെയ്യും. പ്ലാസ്റ്റിക്കും സെയിം എഫക്റ്റ് ആണ്. പ്ലാസ്റ്റിക് ഒരിക്കലും ഡീഗ്രേഡ് ചെയ്ത് പോവില്ല. പ്ലാസ്റ്റിക് അത് ഫൈനർ പാർട്ടിക്കിൾസ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യും. ഇപ്പോ
50 മൈക്രോൺ ഉള്ള ഒരു പ്ലാസ്റ്റിക് അത് ഡീഗ്രേഡ് ചെയ്ത് ചെറിയ ചെറിയ സൈസിലുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നതല്ലാതെ ഇത് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സാധനം കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകാറില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് അത് വേറൊരു ഫോമിൽ വീണ്ടും റീയൂസ് ചെയ്യാന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിക്. ഇനി ഡിപ്പെൻഡിങ് upon the source. അപ്പോൾ ഡിപ്പെൻഡിങ് upon the source, pollutants are classified as natural pollutants and man-made pollutants. So depending upon the source, natural and man-made pollutants. Natural pollutants നോക്കിക്കേ, those which are released from the natural resources. അപ്പോൾ natural resources എന്ന് പറയുമ്പോൾ volcanic eruptions, wind, dust, etc. അപ്പോൾ volcanic eruptionsനകത്ത് നമുക്ക് ഒരുപാട് gaseous emissions ഒക്കെ വരും. അപ്പോൾ അങ്ങനെ വരുന്നതാണ് നാച്ചുറൽ പൊല്യൂട്ടൻസ്. മാൻമെയ്ഡ് പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ നമ്മളായിട്ട് ഭൂമിയിലേക്ക് എന്തെങ്കിലും പൊല്യൂട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അതാണ് man-made pollutants. Those which are released due to human activities, അതാണ് man-made pollutants. Man-made pollutants. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പൊല്യൂട്ടൻസിനകത്തുള്ളത്. സോ ഏതൊക്കെയാണ് നമുക്ക് ഒന്നും കൂടി പറയാം. So first classification ആണ് quantitative pollutants and qualitative pollutants. Depending upon their existence in nature, pollutants are classified into quantitative pollutant and qualitative pollutants. പിന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫോം ഇൻ വിച്ച് ദേ പെർസിസ്റ്റ്, അതാണ് പ്രൈമറി പൊല്യൂട്ടന്റും സെക്കൻഡറി പൊല്യൂട്ടന്റും. പിന്നെ നമ്മൾ accumulated in environment, biodegradable and non-biodegradable pollutants. Depending upon the source, they are classified as natural pollutant and man-made pollutant. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊല്യൂട്ടൻസിന്റെ ക്ലാസിഫിക്കേഷൻ, പൊല്യൂട്ടൻസിന്റെ ക്ലാസിഫിക്കേഷൻസ്. ഇനി നമ്മൾ സോഴ്സസ് പറയാണ്, പൊല്യൂഷന്റെ സോഴ്സസ് അല്ലെങ്കിൽ പൊല്യൂട്ടന്റിന്റെ സോഴ്സസ് പറയാണ്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ സോഴ്സ് പറയാം. ഇറ്റ് ക്യാൻ ഐദർ ബി എ പോയിന്റ് സോഴ്സ് ഓർ നോൺ പോയിന്റ് സോഴ്സ്. പോയിന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ഇപ്പോൾ ഇവിടെ പൊല്യൂഷൻ കോസ് ചെയ്തത് ഈ ഫാക്ടറിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇവിടെ പൊല്യൂഷൻ കോസ് ചെയ്തത് ഈ ഒരു ബിൽഡിങ്ങിൽ നിന്നാണ് പൊല്യൂഷൻ കോസ് ചെയ്തത്. അങ്ങനെ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പോയിന്റ് സോഴ്സ്. ഇറ്റ് ബി എ സിംഗിൾ ഐഡന്റിഫയബിൾ സോഴ്സ്. It can be a single source, it is an identifiable source. ഈ ഒരു സോഴ്സിൽ നിന്നാണ് ഈ ഒരു റീജിയനിൽ പൊല്യൂഷൻ കോസ് ചെയ്തത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് സ്മോക്ക് സ്റ്റാക്ക്. സ്മോക്ക് സ്റ്റാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ചിമ്മിനീസ് ആണ്. ഫാക്ടറീസിന്റെ വലിയ ചിമ്മിനീസിനൊക്കെയാണ് നമ്മൾ സ്മോക്ക് സ്റ്റാക്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഡ്രെയിൻ പൈപ്പ്, നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന ഡ്രെയിനേജ് പൈപ്പ്, അതൊക്കെയാണ് അവിടെ സിംഗിൾ സോഴ്സ് അല്ലെങ്കിൽ പോയിന്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നോൺ പോയിന്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റില്ല എവിടെ നിന്നാണ് ഇവിടെ ഇത്രയും പൊല്യൂഷൻ കോസ് ചെയ്തത്. അതാണ് നോൺ പോയിന്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ. നമ്മൾ കണ്ടിട്ടില്ലേ ചില സ്ഥലങ്ങളിൽ കൊണ്ട് ആൾക്കാർ വേസ്റ്റ് വാരി നിറയ്ക്കുന്നത്. അപ്പൊ അത് ആര് കൊണ്ടിട്ടാണെന്നോ എവിടെ നിന്ന് വന്നതാണോ എന്ന് നമുക്ക് പെട്ടെന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് നോൺ പോയിന്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ. നോൺ പോയിന്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ. സോ ഇതൊരു പോയിന്റ് സോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. എന്താണ്, ആ ചിമ്മിനിന്ന്, ആ ഒരു ഫാക്ടറിയുടെ രണ്ട് ചിമ്മിനീസിൽ നിന്ന് പൊല്യൂഷൻ കോസ് ചെയ്യണം. അതാണ് പോയിന്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ. ഇതൊരു നോൺ പോയിന്റ് സോഴ്സ് ആണ്. നോൺ പോയിന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഈ ഒരു ഈ ഒരു റിവറിലേക്ക് എവിടെ നിന്നൊക്കെ പൊല്യൂഷൻ കോസ് ചെയ്യുന്നത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവിടെ ഇൻഡസ്ട്രിയൽ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. പിന്നെ അഗ്രികൾച്ചറൽ റൺ ഓഫ്. അഗ്രികൾച്ചറൽ റൺ ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് അഗ്രികൾച്ചറൽ ഫീൽഡിൽ നമ്മൾ ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ സ്പ്രേ ചെയ്യും, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഇടും. അപ്പൊ ആ ഫെർട്ടിലൈസേഴ്സിനൊക്കെ എന്താണ്, നമ്മൾ അവിടെ ഇറിഗേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ സർഫസ് റൺ ഓഫ് വന്ന് ഈ റീജൻ, ഈ ഒരു വാട്ടർ ബോഡിയെ കണ്ടാമിനേറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് നോൺ പോയിന്റ് സോഴ്സ് ഓഫ് പൊല്യൂട്ടൻ. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ പറയാം, പോയിന്റ് സോഴ്സും നോൺ പോയിന്റ് സോഴ്സ് ഓഫ് പൊല്യൂട്ടൻ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ മേജർ സോഴ്സ് ഓഫ് എയർ, വാട്ടർ, ലാൻഡ്, സോയിൽ, നോയ്സ് ആൻഡ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻസ്. ഇവിടെ നിന്ന് ഏതൊക്കെയാണ് മെയിൻ സോഴ്സസ്? ഫസ്റ്റ് എയർ പൊല്യൂഷൻ. സോ എയർ പൊല്യൂഷൻ results from human activities such as burning fossil fuel. Fossil fuel എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ പെട്രോളിയം പ്രോഡക്ട്സ്, കോൾ, ഗ്യാസലിൻ എക്സെട്ര, ടു ക്രിയേറ്റ് ഇലക്ട്രിസിറ്റി, പവർ. പിന്നെ എന്താണ്, ഓട്ടോമൊബൈൽസ് ബേൺ ചെയ്യാൻ നമുക്ക് എന്ത് വേണം, ഫോസിൽ ഫ്യൂൽസ് വേണം. ആൻഡ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് സച്ച് as കെമിക്കൽസ്, പ്ലാസ്റ്റിക്സ് എക്സെട്ര. അപ്പോൾ യൂഷ്വലി എയർ പൊല്യൂഷന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഫാക്ടറീസും വെഹിക്കിൾസും ഒക്കെയാണ് മെയിൻ സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ. സോ എയർ പൊല്യൂട്ടൻസിനകത്ത് മെയിൻലി വരുന്നതാണ് ഹൈഡ്രോ കാർബൺസ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, അങ്ങനെ കുറെ സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ ഉണ്ട്. മെയിൻലി എയർ പൊല്യൂഷന്റെ മെയിൻ കോസ് മാൻമെയ്ഡ് കോസ് ആണ്.
നമ്മുടെ ഫാക്ടറീസും അതേ കണക്ക് തന്നെ വെഹിക്കിൾസും ആണ് മെയിൻ സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ. ഇനി ഈ ഒരു ടേബിൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ക്ലീൻ എയറിനകത്ത് നമുക്ക് എന്തൊക്കെ സാധനങ്ങളുണ്ട്. നൈട്രജൻ is the main constituent. Nitrogen എത്രയാണ്? 78% of nitrogen. Oxygen എത്രയാണ്? 21% oxygen. Argon 0.934%. Carbon dioxide 0.0314%. Methane 0.0002%. Hydrogen 0.00005%. Other gases very minute percentage. അപ്പോൾ ഇത്രയുമാണ് നമുക്കൊരു ഫ്രഷ് എയറിനകത്ത് വേണ്ട എയർ പൊല്യൂഷൻ, എയറിന്റെ ക്ലീൻ എയറിനകത്ത് ഇത്രയും കാര്യങ്ങളാണ്. ഈ ഒരു പെർസെൻറ്റേജ് ആണ് ക്ലീൻ എയറിനകത്ത് വരുന്നത്. അത് വളരെ ചെറിയ ചേഞ്ചസ് ഒക്കെ അക്സെപ്റ്റബിൾ ആണ്, പക്ഷെ ഒരുപാട് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റബിൾ അല്ല. എന്താണ്? ആ എയർ കണ്ടാമിനേറ്റഡ് ആണ്, കണ്ടാമിനേറ്റഡ് എയർ ആണ്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കണ്ടന്റ് ആണോ? 0.0314 ആണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ആ കണ്ടന്റിൽ നിന്നും വളരെ കൂടി കഴിഞ്ഞാൽ എന്താ? നമുക്കത് ചിലപ്പോൾ നമുക്ക് സഫക്കേഷൻസ് ഒക്കെ കോസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് എന്താണ്, നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള ആ ഒരു ഫ്രഷ് എയർ പലപ്പോഴും കിട്ടാണ്ട് വരും. കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു സെക്കൻഡ്. പ്രസന്റേഷൻ ക്ലോസ് ആയിപ്പോയി. ഒരു സെക്കൻഡ്. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പവർ പോയിന്റ് പ്രസന്റേഷനിൽ വെക്കുന്നതുകൊണ്ട് ജസ്റ്റ് അത് ഇടയ്ക്ക് അത് ക്ലോസ് ആയി പോകും.
സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് എയർ പൊല്യൂഷൻ ആയിരുന്നു. ഇനി നെക്സ്റ്റ് ഈ ഒരു ചാർട്ടിലാണ് നമ്മൾ എയർ പൊല്യൂഷന്റെ സോഴ്സസ് പറയുന്നത്. എയർ പൊല്യൂഷന്റെ മെയിൻ സോഴ്സസ്, മേജർ സോഴ്സ്, ഏരിയ സോഴ്സ്, മൊബൈൽ സോഴ്സസ് ആൻഡ് നാച്ചുറൽ സോഴ്സസ്. സോ മേജർ സോഴ്സ് എന്ന് പറയുമ്പോൾ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസർ പ്ലാന്റ്സ്, ഇപ്പോൾ ഫാക്ടറീസ് ആണ് മേജർ സോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഏരിയ സോഴ്സ് എന്ന് പറയുമ്പോൾ പെട്രോൾ സ്റ്റേഷൻസ്, സ്മോൾ പ്രിന്റ് ഷോപ്പ്. അപ്പോൾ എന്താണ്, അവിടെ നമുക്ക് വെൽഡിംഗ് പോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ നിന്ന് വരുന്ന ഗേഷ്യസ് എമിഷൻസ്. മൊബൈൽ സോഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ വെഹിക്കിൾസ്, ട്രാൻസ്പോർട്ട്. അപ്പം വണ്ടി മൂവ് ചെയ്യുന്നതനുസരിച്ച് പൊല്യൂഷൻ കോസ്, അതാണ് മൊബൈൽ സോഴ്സ്. ലാസ്റ്റ് പറയുന്ന നാച്ചുറൽ സോഴ്സ് ആണ് വോൾക്കാനിക് ഇറപ്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നാച്ചുറൽ സോഴ്സിലേക്ക് വരുന്നത്, നാച്ചുറൽ സോഴ്സ് ഓഫ് എയർ പൊല്യൂഷനിലേക്ക് വരുന്നത്. ഇനി നമുക്ക് സോഴ്സ് ഓഫ് എയർ പൊല്യൂഷനകത്ത് നമുക്ക് സ്റ്റേഷനറി സോഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓർ മൊബൈൽ സോഴ്സ് എന്ന് രണ്ട് ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയാം. അതിനകത്ത് സിംഗിൾ സോഴ്സ് ഓർ പോയിന്റ് സോഴ്സ്. സിംഗിൾ സോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്, ഒരു ചിമ്മിനി നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം എവിടെ നിന്നാണ് ആ ഒരു പൊല്യൂഷൻ കോസ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ഓർ മൊബൈൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സൈറ്റിലേക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പൊല്യൂഷൻ കോസ് ചെയ്യുന്നുണ്ടാകും. അതാണ് മൾട്ടിപ്പിൾ ഓർ മൊബൈൽ സോഴ്സ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ഓർ മൊബൈൽ സോഴ്സ്. നെക്സ്റ്റ് പറയുന്നതാണ് ലൈൻ സോഴ്സ്. മൊബൈൽ സോഴ്സിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത് ലൈൻ സോഴ്സ്. അപ്പോൾ എന്താണ്, ഹൈവേ വെഹിക്കിൾസ്, ട്രെയിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചാനൽ വെസൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോട്ട് സർവീസ് ഒക്കെയാണ് ആ ലൈൻ സോഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇനി ഏരിയ സോഴ്സ് എന്ന് പറയുമ്പോൾ എയർക്രാഫ്റ്റ്, ലൈറ്റ്, മീഡിയം ആൻഡ് ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസ്. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഉണ്ടാകുന്ന എയർ പൊല്യൂഷന്റെ സോഴ്സ്, അതാണ് ഏരിയ സോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് നാച്ചുറൽ സോഴ്സ് ആണ്, വോൾക്കാനോസ്, പിന്നെ ഫോറസ്റ്റ് ഫയേഴ്സ്, ഹോട്ട് സ്പ്രിങ്സ്. ഈ ഹോട്ട് സ്പ്രിങ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഹോട്ട് സ്പ്രിങ്സ് ഈ ചില സ്ഥലങ്ങൾ, ഇപ്പൊ ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എന്താണ്, നമ്മുടെ ഫൗണ്ടൻസ് ഒക്കെ അല്ലേ, ഫൗണ്ടൻസ് പോലെ അണ്ടർഗ്രൗണ്ട് വാട്ടർ പുറത്തേക്ക് പുഷ് ചെയ്യുന്ന ഒരു സ്കീം, ഒരു പ്രതിഭാസം ഉണ്ടാകാറുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഹോട്ട് സ്പ്രിങ്സ് ആയിട്ട് പറയുന്നത്. ന്യൂസിലാൻഡ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അത് യൂഷ്വലി കാണാറുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഉണ്ടാകാറില്ല. ഇപ്പൊ നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ ഹോൾ ഡ്രിൽ ചെയ്ത് പോകുമ്പോൾ ഈ അണ്ടർഗ്രൗണ്ട് വാട്ടർ പുറത്തേക്ക് ഒരു ഫൗണ്ടൻ പോലെ ഇങ്ങനെയൊക്കെ തെറിച്ച് വരുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. നാച്ചുറൽ സോഴ്സസ്. നെക്സ്റ്റ് വൺ, എയർ പൊല്യൂട്ടൻ സോഴ്സസ് ആൻഡ് എഫക്ട്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ടോപ്പിക്കാണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. യൂഷ്വലി നമ്മൾ പറയുന്ന ഡിഫറെന്റ് എയർ പൊല്യൂട്ടന്റ്, ഏതൊക്കെയാണ് ഡിഫറെന്റ് എയർ പൊല്യൂട്ടന്റ്, അതിന്റെ സോഴ്സസ് എന്താണ്, അതെങ്ങനെയാണ് നമ്മളെ ഹ്യൂമൻസിനെ എഫക്ട് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത മെറ്റീരിയൽസ് നിങ്ങൾക്ക് വാട്സപ്പിലും ക്ലാസ് റൂമിലും ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഡെയിലി നിങ്ങൾ ജസ്റ്റ് ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് പഠിച്ചു പോവുക. നിങ്ങൾക്കറിയാം സബ്ജക്ട് വളരെ എളുപ്പമാണ്, എന്നും പറഞ്ഞ് പഠിക്കാണ്ടിരിക്കരുത്. അപ്പോൾ നമ്മൾ എക്സാമിന് ജയിക്കണമെങ്കിൽ കുറച്ച് കണ്ടന്റെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഡെയിലി നോട്ട്സ് നിങ്ങൾക്ക് പഠിക്കേണ്ട രീതിയിലുള്ള ഹിന്റ്സ് ഒക്കെ നിങ്ങൾ എന്നും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം. ഞാൻ അറ്റൻഡൻസ് ഒന്ന് എടുക്കുവാണ്. ജസ്റ്റ് എല്ലാവരും മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രസന്റ് പറയണം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇതുവരെ പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.